ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 46-47 വാക്യങ്ങൾ. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. ന്യൂസിലൻഡ് പാർലമെൻറ്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അംഗം ഹനയുടെ ഒരു പാട്ടും നൃത്തവും വാക്കുകളും വൈറലായത് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നാം ശ്രദ്ധിച്ചു. ന്യൂസിലൻഡിലെ ആദിമ ജനവിഭാഗമാണ് മാവോറികൾ. മാവോറി ജനവിഭാഗത്തിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉറപ്പ് നൽകുന്ന ഒരു നിയമം, ആ നിയമത്തിൽ തിരുത്തൽ വരുത്താനുള്ള ശ്രമങ്ങൾക്കെതിരെയാണ് പാർലമെൻറ്റ് അംഗമായ ഹന പാട്ടുകൊണ്ടും പ്രസംഗം കൊണ്ടും നൃത്തം കൊണ്ടും പ്രതിഷേധം ഉയർത്തിയത്. സഭയിൽ തന്നെ ഹന ആ ബില്ല് വലിച്ചു കയറി എറിഞ്ഞു. ഹനയുടെ പാട്ടും നൃത്തവും ന്യൂസിലൻഡ് എന്ന രാജ്യത്തിന് മാത്രമല്ല, ലോകത്തിന് തന്നെ വിപ്ലവത്തിൻ്റെ ഒരു ഉത്തമ മാതൃകയായി മാറി. കർണാടക സംഗീതത്തിലെ അതുല്യ പ്രതിഭയാണ് MS സുബ്ബലക്ഷ്മി. ഒരിക്കൽ അവരുടെ മുൻപിൽ ഒരു ചോദ്യമുയർന്നു. സ്ത്രീകൾ പരസ്യമായി പാടുന്നത് അംഗീകരിക്കപ്പെടാതിരുന്ന ഒരു കാലത്ത് താങ്കൾ എങ്ങനെയാണ് ഒരു സംഗീത പ്രതിഭയായി വളർന്നത്? MS സുബ്ബലക്ഷ്മി മറുപടി പറഞ്ഞത് 3 വസ്തുതകൾ നിരത്തിയാണ്. അവർ പറഞ്ഞു, 1, I decided to pursue my passion. 2, I decided to break conservative norms. 3, I decided to redefine Carnatic music. എൻ്റെ ഹൃദയത്തിൻ്റെ അഭിലാഷത്തെ പിന്തുടരാൻ ഞാൻ തീരുമാനിച്ചു. നിലനിന്നിരുന്ന പഴഞ്ചൻ മാമൂലുകളെ തച്ചുടയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു. കർണാട്ടിക് സംഗീതത്തെ പുനർനിർവചിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ സുബ്ബലക്ഷ്മി തൻ്റെ സംഗീതം കൊണ്ട്, സ്വരം കൊണ്ട് വിപ്ലവം സൃഷ്ടിച്ചു. വിശുദ്ധ വേദപുസ്തകത്തിലെ അമ്മമാരുടെ പാട്ടുകളെല്ലാം വിപ്ലവകരമായ പാട്ടുകളാണ്, പുതിയ സാധ്യതകളുടെ പാട്ടുകളാണ്. ഉദാഹരണത്തിന് ഹന്നായുടെ പാട്ട്, എലിസബത്തിൻ്റെ പാട്ട്, മിരിയാമിൻ്റെ പാട്ട്, മറിയയുടെ പാട്ട്, ഈ ഗാനങ്ങളൊക്കെ തന്നെ പ്രസിദ്ധമായ വിപ്ലവ ഗാനങ്ങളാണ്. മദേഴ്സ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ബൈബിൾ വേർ ദ സിംഗേഴ്സ് ഓഫ് ന്യൂ പോസിബിലിറ്റീസ്. ഈ പാട്ടുകളിലെല്ലാം സവിശേഷമായ 2 സത്യങ്ങൾ, 2 യാഥാർത്ഥ്യങ്ങൾ അടങ്ങിയിരിക്കുകയാണ്. 1, അവരോരോരുത്തരും അനുഭവിച്ച ദൈവകൃപയുടെ സാക്ഷ്യങ്ങളാണ് ഈ പാട്ടുകൾ. 2, ഒരു നവ സമൂഹ സൃഷ്ടിയുടെ കാഹളനാദമാണ് ഈ പാട്ടുകൾ. ഇന്ന് നാം ധ്യാനിക്കുന്ന മറിയയുടെ പാട്ട് ഒരു സ്തോത്രഗീതവും ഒപ്പം ഒരു പ്രവചന ഗീതവുമാണ്. ഇറ്റ് ഈസ് നോട്ട് സിംപ്ലി എ പ്രൈസിംഗ് സോങ്, ബട്ട് ഇറ്റ്സ് എ പ്രോഫറ്റിക് സോങ്. 3 വസ്തുതകൾ ഈ മറിയയുടെ പാട്ടിൽ വളരെ ശക്തമായി നിഴലിക്കുന്നുണ്ട്. 1, ഇത് മറിയയുടെ സാക്ഷ്യമാണ്, മറിയയുടെ പാട്ട്. 2, ഇത് ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലിയാണ്. 3, ഇത് മശിഹായെ പ്രതീക്ഷിച്ചിരിക്കുന്ന ദൈവജനത്തിൻ്റെ വലിയ പ്രത്യാശയാണ്. നമുക്ക് ഈ മറിയയുടെ പാട്ടിനെ 2ആയി വിഭാഗിച്ചാൽ, ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 46 മുതൽ 48 വരെയുള്ള വചനങ്ങൾ മറിയയുടെ സാക്ഷ്യമാണ്, സ്വന്തം സാക്ഷ്യം. എന്നാൽ 50 മുതൽ 55 വരെയുള്ള വചനങ്ങളിൽ നാം കാണുന്നത് ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലിയാണ്. ദൈവം എങ്ങനെയാണ് ലോകത്തോടും മനുഷ്യരോടും ഇടപെടാൻ പോകുന്നത് എന്ന് വളരെ വ്യക്തമായി മറിയ പാടുകയാണ്. ഈ 50 മുതൽ താഴോട്ടുള്ള വാക്യങ്ങൾ ദൈവത്തിൻ്റെ പ്രവർത്തന ശൈലിയാണ്. എന്നാൽ മറിയയുടെ പാട്ടിലുടനീളം ഒരു പ്രത്യാശയുടെ അനുഭവം നിഴലിച്ച് നിൽക്കുന്നുണ്ട്, ഒരു വലിയ പ്രത്യാശ. അതുകൊണ്ടാണ് ഈ മറിയയുടെ പാട്ടിന് മറ്റൊരു പേര് മാഗ്നിഫിക്കാറ്റ്. മാഗ്നിഫിക്കാറ്റ് എന്നൊരു മറ്റൊരു പേര് ലത്തീൻ ഭാഷയിൽ മറിയയുടെ പാട്ടിൻ്റെ ആദ്യത്തെ വാക്കാണ് ഇതിന് തലക്കെട്ടായി നൽകിയിരിക്കുന്നത്. ഡോക്ടർ സ്റ്റാൻലി ജോൺസ് മറിയയുടെ പാട്ടിനെക്കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയാണ്: മാഗ്നിഫിക്കാറ്റ്, വൺ ഓഫ് ദി മോസ്റ്റ് റെവല്യൂഷണറി ഡോക്യുമെൻറ്റ്സ് ഓഫ് ദി വേൾഡ്. ഈ മറിയയുടെ പാട്ടിൻ്റെ 3 പ്രത്യേകതകൾ. 1, ഒരു മുന്നൊരുക്കത്തിൻ്റെ പാട്ടാണ്. മശിഹായുടെ വരവിന് ഏറ്റവും അനുയോജ്യമായ അർത്ഥവത്തായ ഒരു മുന്നൊരുക്കം ഈ പാട്ടിൽ നാം കണ്ടെത്തും. മറിയയുടെ പാട്ടിന് ഒരു യുദ്ധകാഹളത്തിൻ്റെ കെട്ടും മട്ടും രീതിയുമുണ്ട്. ഒരു വിപ്ലവത്തിൻ്റെ മുന്നൊരുക്കം പോലെ മറിയ കാഹളം മുഴക്കുകയാണ്. മറിയ പറയുന്നുണ്ട്, സമ്പത്തും അധികാരവും ദൈവത്തിൻ്റെ മുൻപിൽ നിലനിൽക്കുകയില്ല. സമ്പത്തും അധികാരവും അവയ്ക്ക് ശാശ്വതമായൊരു മൂല്യമില്ല
എന്ന് ഈ പാട്ട് പ്രഖ്യാപിക്കുകയാണ്. യേശു ദൈവരാജ്യ ഘോഷണത്തിൽ പറയാനും ചെയ്യാനും ഇരിക്കുന്ന ദൈവരാജ്യ തത്വങ്ങളെ മുൻകൂട്ടി വിളംബരം ചെയ്യുകയാണ് മറിയ തൻ്റെ പാട്ടിലൂടെ. ദൈവം ചെയ്യാനിരിക്കുന്ന ചരിത്ര കാര്യങ്ങൾ ഒരു മുന്നൊരുക്കം എന്ന വണ്ണം മറിയ ഘോഷിക്കുകയാണ്. അതാണ് ഈ പാട്ടിൻ്റെ സുപ്രധാനമായൊരു പ്രത്യേകത. ആത്മീയ ജീവിതം ഒരു ലളിതമായ ലാഘവമായ ജീവിതമല്ല. ആത്മീയ ജീവിതം ഒരു പോരാട്ടമാണ്. ഈ പോരാട്ടത്തിൽ നമ്മൾ ചില മുന്നൊരുക്കങ്ങൾ ഒക്കെ നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് പൗലോസ് എഫെസ്യർക്ക് ലേഖനം എഴുതുമ്പോൾ അതിൻ്റെ 6-ാമത്തെ അധ്യായം 13 മുതലുള്ള വാക്യങ്ങളിൽ എങ്ങനെയാണ്, ഏതൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ മുന്നൊരുങ്ങേണ്ടത് എന്ന വ്യക്തമായ പാഠം പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13 മുതലുള്ള വാക്യങ്ങൾ: അതുകൊണ്ട് നിങ്ങൾ ദുർദിവസത്തിൽ എതിർപ്പാനും സകലവും സമാപിച്ച് ഉറച്ചു നിൽപ്പാനും കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം എടുത്തുകൊള്ളുവീൻ. നിങ്ങളുടെ അരയ്ക്ക് സത്യം കിട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായുള്ള ഒരുക്കം കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസം എന്ന പരിച എടുത്തുകൊണ്ട് നിൽപ്പിൻ. ഒരു മുന്നൊരുക്കം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ അനിവാര്യമാണ് എന്ന് മറിയ തൻ്റെ പാട്ടിലൂടെ വെളിപ്പെടുത്തുകയാണ്. ദൈവത്തിൻ്റെ അമ്മയാകാമോ? ദൈവത്തിൻ്റെ അമ്മയാകാമോ? ഈ ചോദ്യത്തിൻ്റെ മുൻപിൽ വ്യവസ്ഥകളില്ലാതെ സമ്മതം മൂളിയ ഒരു കന്യകയാണ് മറിയ. മറിയയിൽ ഇങ്ങനെ ഒരു പാട്ട് രൂപപ്പെട്ടതിൻ്റെ പിന്നിൽ പഴയ നിയമത്തിലെ ചില പാട്ടുകളുടെ സ്വാധീനമുണ്ട് എന്നതിൽ തർക്കമില്ല. കാരണം യോസേഫിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ചും യോസേഫിൻ്റെ വംശത്തെക്കുറിച്ചും യോസേഫിൻ്റെ പിതാക്കന്മാരെക്കുറിച്ചുമൊക്കെ സുവിശേഷങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തുമ്പോൾ മറിയയുടെ മാതാപിതാക്കളെക്കുറിച്ചോ മറിയയുടെ പാരമ്പര്യത്തെക്കുറിച്ചോ മറിയയുടെ കുടുംബ മഹിമയെക്കുറിച്ചോ പറയാൻ പുകഴാൻ യാതൊന്നുമില്ലാതെ വേണം ഒരു സാധാരണ പെൺകുട്ടിയായി മറിയ ജീവിച്ചിരുന്നു. കുടുംബ മഹിമയും പാരമ്പര്യവും സ്വാധീനവും ജീവിതത്തിൽ യാതൊന്നും അവകാശപ്പെടാനില്ലെങ്കിലും മറിയ തൻ്റെ പാട്ടിലൂടെ ഒരു വിപ്ലവം സൃഷ്ടിക്കുകയാണ്. മറിയ ഒരു ജീവിതത്തിൻ്റെ ഒരുക്കം നടത്തിയിരിക്കുന്നത് പഴയ നിയമത്തിലെ പാട്ടുകളുടെ അടിസ്ഥാനത്തിലാണ്. കാരണം പുറപ്പാട് പുസ്തകം 15-ാം അധ്യായം മിര്യാമിൻ്റെ പാട്ട്, ന്യായാധിപന്മാരുടെ പുസ്തകം 5-ാം അധ്യായം ദെബോറയുടെ പാട്ട്, 1 ശമൂവേലിൻ്റെ പുസ്തകം 2-ാം അധ്യായം ഹന്നായുടെ പാട്ട്, ഇങ്ങനെ പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിമോചന ഗാനങ്ങളിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ട് തന്നെയാകണം മറിയയും പാട്ടുപാടിയത്. കാരണം ഈ പറഞ്ഞ വിമോചന ഗാനങ്ങളുമായി മറിയയുടെ പാട്ടിന് വളരെയധികം സാമ്യതകളുണ്ട്. ഒരുപാട് വാക്കുകൾ ആവർത്തിക്കുന്നുണ്ട്. സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നുവെന്ന മട്ടിൽ സംഭവിക്കാനുള്ളവയിൽ തനിക്കുള്ള വിശ്വാസം മറിയ പ്രഖ്യാപിക്കുകയാണ്. ഈ ലോകത്തിൻ്റെ ചരിത്ര രംഗത്തേക്ക് ദൈവം മശിഹായെ ആനയിക്കുവാൻ പോവുകയാണ്. അതിന് അർത്ഥമുള്ള ഒരു മുന്നൊരുക്കം മറിയ നൽകിയതിൻ്റെ നേർസാക്ഷ്യമാണ് മറിയയുടെ പാട്ട്. 2, ഈ പാട്ട് മുറിവുണക്കലിൻ്റെ പാട്ടാണ്. ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 25-ാമത്തെ വാക്യം നാം ശ്രദ്ധിക്കുമ്പോൾ, ഗർഭധാരണത്തിനു ശേഷം എലിസബത്ത് 5 മാസം ഒളിച്ചു പാർത്തു എന്ന് എഴുതിയിട്ടുണ്ട്. ലൂക്കോസ് സുവിശേഷം 1:25 വാക്യം. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. വാർദ്ധക്യത്തിൽ ഗർഭിണിയായി. അതിൻ്റേതായ മാനസിക സംഘർഷങ്ങളുണ്ട് എലിസബത്തിന്. മാനസികമായി ഉൾവലിഞ്ഞ് ഒളിച്ചു പാർത്തിരുന്ന എലിസബത്തിന് മറിയയുടെ സന്ദർശനം വലിയ ആശ്വാസമായി മാറി. ചാർച്ചക്കാരിയായ എലിസബത്തിൻ്റെ മുൻപിലാണ് മറിയ ഈ പാട്ട് പാടുന്നത്. എലിസബത്ത് മാത്രമാണ് ശ്രോതാവ്, കേൾവിക്കാരി. ഭർത്താവ് ഉണ്ടായിട്ടും മക്കളില്ലാതെ പോയ വൃദ്ധയായ എലിസബത്ത് ദൈവകൃപയാൽ ഗർഭവതിയായി. ഈ എലിസബത്തിൻ്റെ മുൻപിൽ ഭർത്താവില്ലാതെ തന്നെ ഗർഭം ധരിച്ച മറിയ ദൈവത്തെ ഹൃദയംഗമായി സ്തുതിക്കുകയാണ്. അങ്ങനെ മറിയയുടെ പാട്ട് ഒരു മുറിവുണക്കലിൻ്റെ പാട്ടായി മാറുകയാണ്. സ്വന്തം ജീവിതത്തെ ചാലിച്ച് ചിട്ടപ്പെടുത്തിയതാണ് മറിയയുടെ പാട്ട്. മറിയയ്ക്ക് സന്തോഷിക്കാനും സമാധാനമായി ഇരിക്കാനും ഏതെങ്കിലും ഒരു അനുഭവം ഉണ്ടായിരുന്നു എന്ന് ബൈബിൾ സാക്ഷിക്കുന്നില്ല. കാരണം സാധാരണ ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ പിറവിയെടുത്താൽ ആ കുഞ്ഞിനെ നമ്മളെല്ലാവരും കയ്യിലെടുത്ത് ഈ കുഞ്ഞ് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ, ഈ കുഞ്ഞൊരു അനുഗ്രഹമായിരിക്കട്ടെ എന്നൊക്കെയാണ് ആശംസിക്കാറ്. പക്ഷേ യേശു കുഞ്ഞിനെ
കരങ്ങളിലേന്തി ആ ജ്ഞാനവൃദ്ധൻ മറിയയോട് പറഞ്ഞ ആശംസാവചനം, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്നാണ്. അപ്പോൾ ജനനം മുതൽ, യേശുവിൻ്റെ ജനനം മുതൽ തന്നെ ഈ പ്രാണനിൽ വാൾ വെച്ചുകൊണ്ടൊരു ജീവിതമാണ്. അത്രയും മുറിവേറ്റ, അത്രയും സങ്കടങ്ങളുടെ ഒരു പെരുമഴയായി മറിയ ആ ജീവിതത്തെ അഭിമുഖീകരിക്കുകയാണ്. വളർന്നു വരുമ്പോൾ ഒരു 12 വയസ്സൊക്കെ ആകുമ്പോൾ യേശുവിനെ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണ്. അങ്ങനെ അലഞ്ഞും യാത്ര ചെയ്തും യേശുവിനെ കണ്ടുപിടിക്കാനുള്ള ആകുലതയിൽ നടക്കുന്ന മാതാപിതാക്കളെ സുവിശേഷങ്ങളിൽ നാം ശ്രദ്ധിക്കും. കുറച്ചുകൂടി യേശു മുതിർന്നു കഴിയുമ്പോൾ യേശുവിനെതിരെ ഗൂഢാലോചന നടത്തുകയാണ് അധികാരികൾ. പള്ളിയിലുള്ളവർ യേശുവിനെ തള്ളിയിട്ട് കൊല്ലാൻ ഭാവിക്കുന്ന രംഗങ്ങളൊക്കെ നമ്മൾ സുവിശേഷങ്ങളിൽ വായിക്കും. യേശുവിന് ഭ്രാന്താണെന്ന് പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിച്ച് യേശു ചുങ്കക്കാരുടെയും പാപികളുമായി ചങ്ങാത്തം കൂടുന്നു എന്ന് ആരോപണം ചെയ്ത് യേശുവിനെ വകവരുത്താൻ തക്കം പാർത്തിരിക്കുന്ന ഒരു ലോകത്ത് അമ്മ മറിയ അത്രയും സങ്കടപ്പെട്ട ഒരു ജീവിതമായി മാറുകയാണ്. ഏറ്റവും ഒടുവിൽ യോഹന്നാൻ സുവിശേഷം 19-ാം അധ്യായം നമ്മൾ ആ കാഴ്ച മനസ്സിലൊന്ന് കണ്ടു നോക്കണം. യേശു ക്രൂശിൽ മരണമുഖത്ത് നിൽക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷം 19:25 യേശുവിൻ്റെ അമ്മ ആ കുരിശിൻ്റെ ചുവട്ടിൽ നിന്നിരുന്നു. അപ്പോൾ ജനനം മുതൽ യേശുവിൻ്റെ മരണം വരെയും കണ്ടതും ശീലിച്ചതും ഏർപ്പെട്ടതുമെല്ലാം സങ്കടങ്ങൾ. എന്നിട്ടും ഈ സങ്കടങ്ങളുടെ മധ്യേയും മുറിവുണക്കലിൻ്റെ സാക്ഷിയായി മറിയ മാറുകയാണ്. ഏകാന്ത അനുഭവങ്ങളിൽ, തുരുത്തുകളിലൊക്കെ ഒറ്റപ്പെട്ടു പോകുന്നവരുണ്ട്. ആൾക്കൂട്ടത്തിൽ മുഖം നഷ്ടപ്പെട്ടു പോയവരുണ്ട്. മദർ തെരേസ ഒരിക്കൽ പറഞ്ഞു, ദ ഗ്രേറ്റസ്റ്റ് ഡിസീസ് ഓഫ് അവർ ടൈം ഈസ് നൈദർ ലെപ്രസി നോർ ക്യാൻസർ ബട്ട് ലോൺലിനെസ്. പീപ്പിൾ ഹാവ് ഫർഗറ്റൻ ടു സ്മൈൽ ആൻഡ് ലവ്. വലിയ രോഗങ്ങൾ കുഷ്ഠമോ ക്യാൻസറോ ഒന്നുമല്ല. പുഞ്ചിരിക്കാനും സ്നേഹിക്കാനും മറന്നുപോകുന്ന മനുഷ്യരാണ് വലിയ രോഗികൾ. വലിയ രോഗങ്ങൾ കുഷ്ഠമോ ക്യാൻസറോ അല്ല, ഏകാന്തതയാണ്. അതുകൊണ്ട് തന്നെ ദൈവം സൃഷ്ടി നടത്തുമ്പോൾ എല്ലാം നല്ലത്, എല്ലാം നല്ലത്, നല്ലത് എന്ന് കണ്ടതിന് ശേഷം നല്ലതല്ല എന്ന് കണ്ടത് മനുഷ്യൻ്റെ ഏകാന്തതയാണ്, മനുഷ്യൻ്റെ ഒറ്റപ്പെടലാണ്. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, നല്ലതല്ല. മുറിവുകളാൽ മറിഞ്ഞിരിക്കുന്നവർക്ക് സഹിത്വം നൽകാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഈ പാട്ടിൻ്റെ സുപ്രധാനമായ പ്രത്യേകത. കഷ്ടതയിലും പാടുവാൻ, നഷ്ടമതിൽ കൊണ്ടാടുവാൻ, ശക്തിയരുൾകനാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുകേ. ശക്തിയരുൾകനാഥനെ ഭക്തിയിൽ പൂർണ്ണനാക്കുകേ. കഷ്ടതയിലും പാടുവാൻ, ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ പരിസരങ്ങളിലും ദൈവത്തിൻ്റെ ഘോഷമുയർത്താൻ മുറിവുണക്കലിൻ്റെ സാക്ഷിയായി മറിയ നിൽക്കുകയാണ്. കൊറോണ കാലത്ത് നമ്മളൊക്കെ നിർബന്ധിത ക്വാറന്റൈനിൽ ഇരുന്നപ്പോൾ പാട്ടുകളാണ് നമുക്ക് സാന്ത്വനം നൽകിയത്. ടൈറ്റാനിക് കപ്പൽ മുങ്ങാൻ പോകുന്നു. കപ്പലിലുണ്ടായിരുന്ന സംഗീത സംഘം രണ്ടും കൽപ്പിച്ചൊരു പാട്ട് പാടി. മരണം മുൻപിലുള്ളപ്പോഴും മനസ്സ് മുറിവേൽക്കുമ്പോഴും ആശ്വാസമായി ആ പാട്ട് മാറി. ഭാരം വഹിക്കുമ്പോൾ, ശാരീരികമായി കഠിന ജോലികളൊക്കെ ചെയ്യുമ്പോൾ ഏലസ ഏലസ ഇതിങ്ങനെ ആവർത്തിച്ച് പാടും. ആ ജോലിയുടെ ആയാസം കുറയ്ക്കുന്നതിന് വേണ്ടിയാണ്. വയലേലകളിൽ റാ പോലെ വളഞ്ഞും കുനിഞ്ഞും കഠിനാധ്വാനം ചെയ്യുന്നവരും പാടാറുണ്ട് മുറിവുകളെ ശമിപ്പിക്കുന്ന പാട്ട്. പാലിയേറ്റീവ് കെയർ, മാനസിക സംഘർഷ വിഭാഗങ്ങൾ തുടങ്ങിയവ പാട്ടുകളുടെ സഹായത്തോടെ സംഗീത ചികിത്സ തന്നെ ക്രമപ്പെടുത്തിയിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സംഗീത ചികിത്സാ പദ്ധതിയെക്കുറിച്ച് അർത്ഥമുള്ള പഠനങ്ങളൊക്കെ ഈ നാളുകളിൽ വന്നുകൊണ്ടിരിക്കുന്നു. മറിയയുടെ പാട്ട് ആ പരിസരത്തിൻ്റെ മുറിവ് ഉണക്കി. എലിസബത്തിൻ്റെ ആകുലതയ്ക്ക് ശമനമുണ്ടായി. സിനിമാ പാട്ടുകൾ അധികം സ്പർശിക്കാറില്ല, എന്നാൽ ചില പാട്ടുകൾ വ്യക്തിപരമായി സ്പർശിക്കാറുണ്ട്. അതിൽ യൂസഫലി കേച്ചേരിയുടെ ഒരു പാട്ടുണ്ട്, കണ്ണുനീരിൻ്റെ മധ്യേ ഒരു മഴവില്ലിൻ്റെ സാധ്യത ഉണ്ട് എന്ന് പ്രഘോഷിക്കുന്ന ഒരു പാട്ട്. യൂസഫലി കേച്ചേരി എഴുതുന്നത് ഇങ്ങനെയാണ്: കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞാൽ, കാട്ട് മുളയ്ക്കും പാടാനറിയാം, കാറ്റിൻ ചുംബനം ഏറ്റാൽ. കണ്ണുനീരിനും ചിരിക്കാനറിയാം, കഥനം മറക്കാൻ കഴിഞ്ഞാൽ, കാട്ടുമുളയ്ക്കും പാടാനറിയാം, കാറ്റിൻ ചുംബനം ഏറ്റാൽ. മറിയയുടെ പാട്ട് മുറിവുണക്കലിൻ്റെ പാട്ടാണ്. 3, ഈ പാട്ട് മുക്തിമാർഗത്തിൻ്റെ പാട്ടാണ്, ഒരു മോക്ഷമാർഗത്തിൻ്റെ പാട്ടാണ്, രക്ഷയുടെ പാട്ടാണ്. 1982 കാവാലം നാരായണ പണിക്കർ എഴുതിയ ഒരു പാട്ടുണ്ട്. മറിയയെക്കുറിച്ചാണ് ആ പാട്ട്.
ആ പാട്ടിങ്ങനെ അവസാനിക്കുമ്പോൾ കാവാലം എഴുതിയ വാക്കുകൾ ഇങ്ങനെയാണ്: മർത്യൻ്റെ നിത്യമാം മുക്തിമാർഗം, മർത്യൻ്റെ നിത്യമാം മുക്തിമാർഗം. നമ്മളിന്ന് മറിയയുടെ പാട്ട് പാഠമായി ശ്രദ്ധിച്ചപ്പോൾ ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം 51-ാമത്തെ വചനം ഇങ്ങനെയാണ്: തൻ്റെ ഭുജം കൊണ്ടവൻ ബലം പ്രവർത്തിച്ചു, ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചിരിക്കുന്നു. 50-ാമത്തെ വചനം: ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ തലമുറയോളം ഇരിക്കുന്നു. അതാണ് ദൈവം നൽകുന്ന രക്ഷ. ആ രക്ഷയുടെ ഘോഷമാണ് മറിയയുടെ പാട്ട്. ദൈവത്തെ ഭയപ്പെടുന്നവർക്ക് ദൈവം നൽകുന്ന കരുണ താൽക്കാലികമല്ല, എല്ലാ കാലത്തും ദൈവത്തിൻ്റെ കരുണ തീരാത്ത കാരുണ്യമായി നമ്മുടെ ജീവിതങ്ങളിൽ ഏറ്റെടുക്കാൻ കഴിയും, നാം ദൈവത്തെ ഭയപ്പെടുന്നുവെങ്കിൽ. 54-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നമ്മുടെ പിതാക്കന്മാരോട് അരുളി ചെയ്തതുപോലെ അബ്രഹാമിനും അവൻ്റെ സന്തതിക്കും എന്നേക്കും കരുണ ഓർക്കേണ്ടതിന് ദൈവത്തിൻ്റെ വാഗ്ദാനം, ദൈവം നൽകുന്ന മുക്തി, ദൈവം നൽകുന്ന മോക്ഷം, ദൈവം നൽകുന്ന രക്ഷ, അത് ആവർത്തിച്ച് പാടുകയാണ് മറിയ. ഈ ദിവസത്തിന് 2 പ്രത്യേകതകളുണ്ട്. ഒന്ന്, അഡ്വൻറ്റ് സീസൺ ആരംഭിക്കുകയാണ്. ആഗമന നാളുകൾ ആരംഭിക്കുന്ന ദിവസമാണ് ഡിസംബർ 1. രണ്ടാമത്തെ പ്രത്യേകത ബൈബിൾ സൺഡേ ആണ്. ദൈവവചനത്തെ പ്രഘോഷിക്കുകയും അതിൻ്റെ പ്രാധാന്യത്തെ മനസ്സിലാക്കുകയും ചെയ്യുന്ന ബൈബിൾ സൺഡേ. 18-ാം നൂറ്റാണ്ട് അവസാനിക്കുന്ന കാലം ഇംഗ്ലണ്ടിലെ ലാൻഫി ഹാൻഡൽ, ആ ഗ്രാമത്തിൽ ഒരു നെയ്ത്തുശാലക്കാരൻ്റെ ഭവനം. അന്ന് പതിവിൽ നിന്ന് വ്യത്യസ്തമായി ആ വീട്ടിൽ വളരെ സന്തോഷം. അതിനൊരു കാരണമുണ്ട്. ആ വീട്ടിലെ കൊച്ചുമകൾ മേരി ജോൺസ് എന്ന പെൺകുട്ടി അന്ന് ആദ്യമായി പള്ളിയിൽ ബൈബിൾ വായിച്ചു. അതാണ് ആ കുടുംബത്തിൻ്റെ സന്തോഷം. അതുകൊണ്ട് പള്ളിയിൽ ബൈബിൾ വായിക്കാൻ കിട്ടിയ അവസരം ഹൃദയംഗമായി സ്വീകരിച്ച് ആനന്ദിക്കുകയാണ് ആ കുടുംബം. മേരി ജോൺസ് പ്രാർത്ഥിച്ചു: ദൈവമേ, വേദപുസ്തകത്തിൽ എത്ര മനോഹരമായ കഥകളാണ്, എത്ര മനോഹരമായ ഗുണപാഠങ്ങളാണ്. എനിക്കൊരു ബൈബിൾ ഉണ്ടായിരുന്നെങ്കിൽ. കൊച്ചു പെൺകുട്ടിയാണ് മേരി ജോൺസ്. ഈ മേരി അമ്മയോട് ആവശ്യം പറഞ്ഞു. അമ്മ പറഞ്ഞു, ഒരു ചെറു കാശ് പോലും വീട്ടിലില്ല, നീ പള്ളിയിൽ വായിക്കുന്നത് കേട്ടാൽ മതി, ബൈബിൾ വായിക്കാനൊന്നും ഇപ്പോൾ പാങ്ങില്ല. അശാന്തമായ മനസ്സുമായി മേരി ഒരു ബൈബിൾ സ്വന്തമാക്കാൻ വേണ്ടി പരിശ്രമം ആരംഭിച്ചു. ഒരു സാധു കുടുംബം. ആ കുടുംബത്തിൽ മേരി എന്ന പെൺകുട്ടി, ദൈവമേ എനിക്കൊരു ബൈബിൾ കിട്ടണമേ എന്ന് പ്രാർത്ഥിക്കാൻ ആരംഭിച്ചു. ഒരു പരിശ്രമം കൂടി നടത്തി. ഒരു ചെറിയ മൺകുടുക്കയിൽ നാണയത്തൊട്ടുകൾ ശേഖരിച്ചു. മേരിയുടെ വീട്ടിൽ നിന്ന് ഏതാണ്ട് 26 കിലോമീറ്റർ അകലെയുള്ള തോമസ് ചാൾസ് എന്ന വൈദികൻ്റെ കൈവശം കുറച്ച് ബൈബിളുകൾ ഉണ്ട് എന്നറിഞ്ഞ മേരി ശേഖരിച്ച നാണയത്തൊട്ടുകളുമായി ഈ 26 മൈൽ ദൂരമുള്ള ആ വൈദികൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ദീർഘദൂരം സഞ്ചരിച്ചും അലഞ്ഞും ആ ഗ്രാമത്തിൽ വൈദികനെ മേരി കണ്ടെത്തി. കറുത്ത തുകൽ ബൈൻഡിട്ട ഹോളി ബൈബിൾ വൈദികൻ്റെ കരത്തിൽ നിന്ന് വാങ്ങി നിറഞ്ഞ കണ്ണുകളോടെ മേരി ബൈബിളിനെ തുരുതുരാ ചുംബിച്ചു. മേരി ജോൺസിൻ്റെ ബെത്തപ്പാടും ബൈബിളിനായിട്ടുള്ള വാഞ്ചയും മനസ്സിലാക്കിയ വൈദികൻ തോമസ് ചാൾസ് തൻ്റെ സഹവൈദികരുമായി ബൈബിൾ എല്ലാവർക്കും എങ്ങനെ എത്തിക്കാം എന്നാലോചിച്ചു. അങ്ങനെയാണ് ബൈബിൾ സൊസൈറ്റി തുടക്കം കുറിക്കുന്നത്. മേരി ജോൺസ് എന്നൊരു ചെറിയ പെൺകുട്ടി ബൈബിളിൽ കണ്ടെത്തിയ മുക്തിയുടെ മാർഗം, അതിനായി നടത്തിയ മുന്നൊരുക്കം, നേരിട്ട മുറിവനുഭവങ്ങളിലും മങ്ങിപ്പോകാതെ നിലകൊണ്ടപ്പോൾ ക്രിസ്തു പിറവിയുടെ സദ്വാർത്ത മേരി ജോൺ കുടുംബമായി അനുഭവിച്ചറിഞ്ഞു. നമ്മുടെ കരങ്ങളിൽ ഒരു ബൈബിൾ കിട്ടിയെങ്കിൽ, നമ്മുടെ കയ്യിൽ സുവാർത്തയുടെ ദൂത് ഉണ്ടെങ്കിൽ മേരി ജോൺസിനെ മറന്നുകൂടാ. ഈ ആഘോഷത്തിൻ്റെ നാളുകൾ അതിൻ്റെ ശരിയായ ആഴത്തിൽ നാം ഏറ്റെടുക്കണമെങ്കിൽ 3 കാര്യങ്ങൾ. ഒന്ന്, മുന്നൊരുക്കത്തിൻ്റെ മനോഭാവം സൂക്ഷിച്ചാൽ നാം ദൈവത്തിനായി സജ്ജരാകും. മുറിവുണക്കലിൻ്റെ ശുശ്രൂഷകരായാൽ നാം ദൈവത്തിൻ്റെ സാക്ഷികളാകും. മുക്തിമാർഗത്തിൽ ആഴപ്പെട്ടാൽ നാം ഭാഗ്യമുള്ളവർ. ആവർത്തിക്കട്ടെ: മുന്നൊരുക്കത്തിൻ്റെ മനോഭാവം സൂക്ഷിച്ചാൽ നാം സജ്ജരാകും. മുറിവുണക്കലിൻ്റെ ശുശ്രൂഷകരായാൽ നാം സാക്ഷികളാകും. മുക്തിമാർഗത്തിൽ ആഴപ്പെട്ടാൽ നാം ഭാഗ്യമുള്ളവർ. ആമേൻ.